നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാറും മെമ്പർമാരായ കെ രാജുവും പി ഡി സന്തോഷ് കുമാറും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഉഡായിപ്പ് പത്രസമ്മേളനം നടത്തി. ഇലക്ഷൻ അടുത്തു വരുന്ന വേളയിൽ ഈ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു കുഴലൂത്ത് മാത്രമായിരുന്നു അത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മളെ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിൽ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും അക്കാര്യം ഈ വരുന്ന 14-ാം തീയതിക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അറിയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തുടർന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുകൂടി കേൾക്കുക. പുനഃപരിശോധിക്കുന്നതൊക്കെ അവരുടെ ആവശ്യം, പക്ഷെ ആ വിധി നമ്മൾ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. പുനഃപരിശോധിക്കേണ്ട നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ വിധിയെ നമ്മളവരോട് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക. പുനഃപരിശോധന വേണമോ വേണ്ടേ എന്നുള്ള വിഷയം ഞങ്ങളുടെ ഒരു പരിഗണനയിൽ വരുന്നില്ല. പരിശോധിക്കുമ്പോൾ എന്തായിരിക്കണം ഞങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളത് മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടത് മറ്റാരുടെയോ ആവശ്യമാണെന്നും ബോർഡിൻ്റെ ആവശ്യം അല്ല എന്നും, എന്നാൽ ബോർഡ് ആ ഉത്തരവിനെ അംഗീകരിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആരുടെ ആവശ്യമാണ് ഈ പുനഃപരിശോധന? അതായത് ഏതെങ്കിലും കോടതി ഒരു ഉത്തരവ് പറയുമ്പോൾ അത് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിൽ പരാതിയുള്ള ആൾക്കാരാണ് ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത ആൾക്കാരുടെ മാത്രം ആവശ്യമാണ് ഒരു പുനഃപരിശോധന. അങ്ങനെ ഈ വിധിയെ അംഗീകരിക്കാത്ത ആൾക്കാരുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗവും, അതായത് സുപ്രീം കോടതിയിൽ ഏക പരിഹാര മാർഗവും റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റേതെങ്കിലും കോടതിയായിരുന്നു എങ്കിൽ ഒരു അപ്പീലുമായിട്ട് ഉയർന്ന കോടതിയെ സമീപിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മുടെ ദേവസ്വം ബോർഡ് 2018 സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഒരു റിവ്യൂ ഫയൽ ചെയ്തില്ല. അതിനർത്ഥം ദേവസ്വം ബോർഡ് ആ വിധിയെ അംഗീകരിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ അതിനെതിരെ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാത്ത ഈ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇനി സുപ്രീം കോടതിയിൽ ആ വിധിയെ എതിർക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ശ്രീ പിണറായി വിജയൻ്റെ അഭീഷ്ടം അനുസരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ മാത്രം അഭീഷ്ടം അനുസരിച്ചിട്ട് ദേവസ്വം ബോർഡ് ആ വിധിയെ അംഗീകരിക്കുകയും അതിനെതിരെ ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു. എന്നാൽ നാം ഓർക്കേണ്ടത് ഏകദേശം 50-നും 60-നും ഇടയ്ക്കുള്ള റിവ്യൂ ഹർജികൾ പല ആൾക്കാരും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പഴയ വിധിക്കെതിരെ ഫയൽ ചെയ്തു. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധർ ആണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ സമയം കഴിഞ്ഞുപോയി എങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ കെ ജയകുമാർ സാർ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുവാദം വാങ്ങിയതിന് ശേഷം പഴയ വിധിക്കെതിരെ ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ മാത്രമേ പഴയ വിധിയെ കോണ്ടസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ സാറും കൂട്ടാളികളും ഇരുന്ന് ദേവസ്വം ബോർഡിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കിയത് കൊണ്ട് സുപ്രീം കോടതിയെ അത് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. അപ്പോൾ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഈ ദേവസ്വം ബോർഡ് അത്തരത്തിൽ ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്യാൻ തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാകില്ല. കാരണം പിണറായി തമ്പുരാൻ അതിന് അവരെ അനുവദിക്കില്ല. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തത് 2016 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായത് സീനിയർ അഡ്വക്കേറ്റായ പരാശരനും ആയിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് ശബരിമല തന്ത്രി എടുത്ത അതേ നിലപാടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ആവർത്തിക്കുക മാത്രമാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. കൂടാതെ ഈ ഒട്ടാവ ഒണ്ടോറിയോ കാർലറ്റോൺ യൂണിവേഴ്സിറ്റിയിലെ
സോഷ്യോളജി ആന്ത്രോപോളജി വിഭാഗത്തിലെ അംഗമായ ശ്രീമതി രാധിക ശേഖർ 1987 തയ്യാറാക്കിയ ദ പ്രോസസ് ഓഫ് പിൽഗ്രിമേജ് അയ്യപ്പ കൾട്സ് ആൻഡ് ശബരിമല യാത്ര എന്നുള്ള തെസിസും പരിശോധിക്കണമെന്നും പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കി. എന്നാൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 2018 ഉത്തരവ് വന്നപ്പോൾ പിണറായിയുടെ നിർദ്ദേശാനുസരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ ജയകുമാർ പറയുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് പഴയ ഉത്തരവിനെ എതിർക്കുമെന്നും അതിനു വേണ്ടിയിട്ട് ഈ വരുന്ന മാർച്ച് 14 മുമ്പ് അദ്ദേഹം ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുമെന്നും പറയുന്നു. യുവതീ പ്രവേശന വിഷയവുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു, അതിനെ സ്റ്റേ ചെയ്തിട്ടില്ല. ആ ഉത്തരവിനെതിരെ ഫയൽ ചെയ്യപ്പെട്ട എല്ലാ റിവ്യൂ ഹർജികളും ഇപ്പോഴും പെൻഡിങ്ങിലും ആണ്. അപ്പോൾ ഒരു പുതിയ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാതെ എങ്ങനെയാണ് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ട് ഈ ജയകുമാർ സാർ ആ വിധിയെ എതിർക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാർച്ച് 14 മുമ്പ് എഴുതി ഫയൽ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ കക്ഷികളുടെയും ശബരിമലയിൽ ഈ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനല്ല, മറിച്ച് 5 അംഗ ബെഞ്ച് 9 അംഗ ബെഞ്ചിനോട് 7 വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഭരണഘടനാപരമായ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ ഓരോ കക്ഷികളുടെയും അഭിപ്രായം എന്താണ് അത് എഴുതി സമർപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 14 തീയതിക്ക് മുമ്പ് സമർപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ജയകുമാർ സാർ പറയുന്നത് പോലെ ശബരിമലയിൽ യുവതികളെ കയറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ അല്ല. ഇതിപ്പോൾ റെസൊല്യൂഷനാണ് ഞങ്ങൾ എടുത്തത്. നമുക്ക് കിട്ടിയ അഡ്വൈസ് അങ്ങനെയാണ്, നമ്മൾ റെസൊല്യൂഷനായിട്ട് എടുത്തിട്ട് ഇനി ഈ റെസൊല്യൂഷനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് നമ്മളെ പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് അദ്ദേഹം ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പോകുന്നത്? ഈ റിവ്യൂ പരിഗണിക്കുന്ന 5 അംഗ ബെഞ്ചിന് മുന്നിലാണോ? അവിടെ അത് സ്വീകരിക്കില്ല. അതോ ഈ 9 അംഗ ബെഞ്ചിന് മുന്നിലാണോ? അവിടെ ഈ റെസൊല്യൂഷന് എന്താണ് കാര്യം? അവിടെ പരിഗണിക്കാൻ പോകുന്നത് ഭരണഘടനാപരമായ ചോദ്യങ്ങൾ മാത്രമാണ്. ദേവസ്വം ബോർഡിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ ഉള്ള സ്റ്റാൻഡ് ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ യുവതീ പ്രവേശനം അംഗീകരിച്ചുകൊണ്ട് ഒരു വിധി വന്നപ്പോൾ അത് ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഈ ദേവസ്വം ബോർഡ് ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തില്ല, ആ വിധിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ 9 അംഗ ബെഞ്ചിന് മുന്നിലുള്ള ഭരണഘടനാപരമായ ചോദ്യങ്ങളിലുള്ള അഭിപ്രായം എഴുതി നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു ഈ യുവതീ പ്രവേശനത്തെ എതിർക്കും എന്ന്. എന്തൊരു വിരോധാഭാസമാണിത്? എന്തിനാണ് അദ്ദേഹം ഈ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ജയകുമാർ സാർ പിണറായി വിജയന് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് നേരത്തെ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തെ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് അംഗീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും, എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് ബോർഡ് പുതിയൊരു സ്റ്റാൻഡ് എടുക്കാൻ പോവുകയാണ് എന്നുമുള്ള ഒരു ധാരണ ഈ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുക. അപ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഒരു സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുക്കും എന്നും പറയുക. ഇലക്ഷൻ വരുന്നതിനാൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ഈ അയ്യപ്പ ഭക്തരുടെ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ജയകുമാർ സാർ ചെയ്യുന്നത്. ഇനി ജയകുമാർ സാർ എന്തെങ്കിലും അഫിഡവിറ്റ് ഫയൽ ചെയ്താലും ഇല്ലെങ്കിലും എന്നെങ്കിലും ഒരു 5 അംഗ ബെഞ്ച് ഈ ശബരിമലയെ സംബന്ധിക്കുന്ന റിവ്യൂ ഹർജികളിൽ വാദം കേൾക്കുമ്പോൾ അദ്ദേഹം നാം ഓർക്കണം ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല. അവിടെ എന്താണ് സംഭവിക്കാൻ പോവുക? റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത ആൾക്കാർക്ക് പറയാനുള്ളത് സുപ്രീം കോടതി കേൾക്കും. അതിനുശേഷം ഈ സ്ത്രീ പ്രവേശനം വേണം എന്ന് ആവശ്യപ്പെട്ട ആൾക്കാരുടെയും വാദവും കേൾക്കും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ദേവസ്വം ബോർഡ് അന്ന് യുവതീ പ്രവേശനത്തെ എതിർത്തിരുന്നു, എന്നാൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഇനി അവിടെ ഒന്നും തന്നെ പറയാനും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജയകുമാർ സാറിനോട് പറയാനുള്ളത്, സാറേ ഈ 9 അംഗ ബെഞ്ചിന് മുന്നിലുള്ള 7 ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ്. അതിനെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങൾ അതാത് കക്ഷികളോട് എഴുതി നൽകാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ഒരു 5 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ശബരിമലയിലെ റിവ്യൂ പെറ്റീഷനിൽ വാദം കേൾക്കുക. അങ്ങനെ വാദം കേൾക്കുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അങ്ങയുടെ ദേവസ്വം ബോർഡ് ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്തിട്ടില്ലാത്തതിനാൽ ദേവസ്വം ബോർഡിൻ്റെ വാദം അവിടെ സുപ്രീം കോടതി കേൾക്കാനേ പോകുന്നില്ല. ഈ റിവ്യൂ പിറ്റീഷൻ ഫയൽ ചെയ്ത ആൾക്കാരുടെ പരാതി ആയിരിക്കും അവിടെ കേൾക്കുക. അതിനെ എതിർത്തുകൊണ്ട് ഈ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട ആൾക്കാരുടെയും വാദവും കേൾക്കും. സാറിൻ്റെ വക്കീലിന് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രം പറ്റും. അപ്പോൾ ഈ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഈ നിരന്തരം അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ഭക്തരുടെ വോട്ട് വേണം. അതിനുള്ള ഒരു വൃഥാ ശ്രമമായിരുന്നു പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. ഇപ്പോൾ ഈ യുവതീ പ്രവേശന വിഷയം വീണ്ടും വന്നിരിക്കുകയാണ്. ഈ 9 അംഗ ബെഞ്ചിന് മുന്നിൽ ഒരിക്കലും തന്നെ ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടില്ല. 9 അംഗ ബെഞ്ചിൻ്റെ വിധി വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 5 അംഗ ബെഞ്ചായിരിക്കും ഈ റിവ്യൂ ഹർജിയിൽ വാദം കേൾക്കാൻ പോകുന്നത്. മിക്കവാറും അന്ന് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ചട്ടുകങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നിരന്തരമായിട്ട് ഈ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ വിധി വന്നപ്പോൾ 2 സ്ത്രീകളെ അന്ന് രാഖി രാമായണം ക്ഷേത്രത്തിൽ കയറ്റി. അതിനെ തുടർന്ന് ഇപ്പോൾ പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി. കല്ലും മുള്ളും കാലി കുത്തൈ എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്തിനാണ്? ഈ ഭക്തന്മാരുടെ വോട്ടെങ്ങനെയെങ്കിലും കിട്ടണം, അതുമാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ യുവതീ പ്രവേശന വിഷയം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചീഫ് മിനിസ്റ്റർ നേരിട്ടല്ലെങ്കിലും ഈ കെ ജയകുമാർ സാറിൽ കൂടി ഒരു സന്ദേശം അയക്കുക. കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ പോവുകയാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ യുവതീ പ്രവേശനത്തെ എതിർക്കും. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നത് ഈ യുവതീ പ്രവേശന വിഷയം അല്ല, ഭരണഘടനാപരമായ ചോദ്യങ്ങൾ മാത്രമാണ്. അവിടെ ഈ ദേവസ്വം ബോർഡിന് ഒരു അഭിപ്രായവും പറയാനില്ല. കാരണം അവിടെ ഭരണഘടനാപരമായ നിയമപരമായ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അക്കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് ഈ പൊന്നൊരുക്കുന്ന സ്ഥലത്ത് ഒരു കാര്യവുമില്ല. ഇനിയെങ്കിലും ജയകുമാർ സാറും കൂട്ടുകാരും ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിയണം എന്ന് സദയം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.